നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല ബാലൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എനിക്കും എററുകൾ സംഭവിക്കില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉള്ളുകൊണ്ട് അംഗീകരിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ അപ്പം അടുത്ത ചോദ്യം വരും, അപ്പൊ എനിക്ക് വയറ് വേദനിച്ചാലോ? അത് ശ്രദ്ധിക്കേണ്ടെന്നാണോ? അല്ലെങ്കിൽ അത് ഒരു ശരിയാണെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ എനിക്കിന്ന് കഴുത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമില്ല എന്നാണോ? അല്ലെങ്കിൽ എനിക്ക് തല കറങ്ങുന്നുണ്ടെങ്കിൽ, എനിക്ക് നെഞ്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യാൻ എന്നാണോ? അല്ല, എല്ലാം മൈൻഡ് ചെയ്യാം, പക്ഷെ തെറ്റാണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കണ്ട. കാരണം പ്രകൃതിയിൽ തെറ്റില്ല, ശരികളേ സംഭവിക്കുള്ളൂ. ഇപ്പം ഇതിപ്പോൾ ഈ പറയുന്ന കാര്യം ഈ ഗ്രൂപ്പിന് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇത് പബ്ലിക്കിന് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശരീരം ഓരോ പ്രത്യേകം അസ്വസ്ഥതകളെ ഉണ്ടാക്കിക്കൊണ്ട്, വാസ്തവത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയല്ല, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നു. പാരലലി അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു പ്രോബ്ലം, നമ്മൾ പ്രോബ്ലം എന്ന് കരുതിയിരുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ഒരു വിഷയം പരിഹരിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണും. നല്ല കാൽമുട്ട് വേദനയായിട്ട് പ്രകൃതി ചികിത്സ ചെയ്യാനായിട്ട് വരുന്ന ഒരാൾ, അയാൾക്ക് ഒരു പ്രത്യേക ദിവസത്തെ കാൽമുട്ടിന് കാര്യമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ. കുറച്ച് അടുത്തൊരു ദിവസത്തേക്ക് നോക്കുമ്പോൾ കാൽമുട്ട് വേദനയോ നടുവേദന ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു വേദന ഇല്ലാതായതായിട്ട് കാണും. അവിടെ നമ്മൾ കണ്ടത് എന്തോ ഒരു രോഗം മൂർച്ഛിച്ചു, അസ്വസ്ഥത മൂർച്ഛിച്ചു എന്നുള്ളതാണ്. പക്ഷെ വാസ്തവത്തിൽ ശരീരം അവിടെ ചെയ്തത് ഒരു പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്.